الرحمن الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا صدق الله العلي العظيم. السلام عليكم. സലാം. ഓക്കെ, അഹമ്മദ് വന്നിട്ടുണ്ടല്ലോ. അബ്ദുറഹ്മാൻ ഉസ്താദ് അഹമ്മദിനെ വിളിച്ചു. Okay. Ahmad, are you ready? Yes. Okay, start. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن ربكم الله الذي خلق السماوات والأرض في 6 أيام واستوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. ادعوا ربكم تضرعا وخفية إنه لا يحب المعتدين. ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. അഹ്സൻത്. ബാറക്കല്ലാഹ്. നമുക്ക് ബഹുമാനപ്പെട്ട മുനവ്വർ അലി തങ്ങൾ ഉടനെ ജോയിൻ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. സാധ്യമാവുന്ന എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം ഒരു ഫങ്ഷൻ അല്ലേ, അപ്പോൾ ഒരു പ്രസൻസ് ഉണ്ടാവുമല്ലോ. സൗകര്യപ്പെടുന്നവരെല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരിക്കണം ഇൻഷാ അല്ലാഹ്. വളരെ സന്തോഷമുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ അക്കാഡമിയിൽ നിന്ന് 12ാമത്തെ ആള് ഹാഫിളാവാണ്. അതിൽ 11 കുട്ടികൾ തന്നെയായിരുന്നു. ഒരാളാണ് മുതിർന്ന ഒരാൾ ഹാഫിളായത്. അപ്പോൾ മുതിർന്നവരായിട്ടും കുട്ടികളായിട്ടും ഇനി അതിന് തുടർച്ചകൾ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മള് കോവിഡ് കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ആ സന്ദർഭം മുതൽ ഇങ്ങോട്ട് ഉള്ള ഓൺലൈനിലുള്ള കുട്ടികളുടെ പരിശ്രമവും അക്കാഡമിയുടെ പരിശ്രമവുമാണ് ഇന്ന് അൽഹംദുലില്ലാ ഇത് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. തങ്ങളെ PA സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാദിഖ് അലി തങ്ങള് ഹജ്ജിന് പോകുന്ന ചടങ്ങിലാണുള്ളത്. അപ്പോ താമസിയാതെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അബ്ദുറഹ്മാൻ ഉസ്താദ് സംസാരിക്കുന്നു. അവരടുത്ത് ഒരു വർഷം ആയിട്ടില്ലല്ലോ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾ, ദിക്ർ അക്കാദമിയുടെ 12ാമത്തെ ഖത്മുൽ ഖുർആൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിക്ർ അക്കാദമിയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മോട് ഈ തവണ ഹിഫ്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഹംദ ഫാത്തിമയാണ്. പടിഞ്ഞാറങ്ങാടി സ്വദേശിയായിട്ടുള്ള അബ്ദുൽ നാസർ റംല ദമ്പതികളുടെ മകളാണ് ഹംദ ഫാത്തിമ. ഹംദ ആദ്യമായിട്ട് നമ്മളടുത്ത് ഖുർആൻ പഠിക്കാൻ വരുന്നത് അവസാനത്തെ ഒരു 2 ജുസ് മനഃപ്പാഠമാക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു. ആ 2 ജുസ് മനഃപ്പാഠമാക്കുന്ന കാലയളവിൽ വളരെയധികം പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ഒരു പ്രകൃതമാണ് ഹംദക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ആദ്യഘട്ടങ്ങളിൽ എല്ലാ കുട്ടികളും ഒരുമിച്ച് പോകുന്ന ഒരു ശൈലിയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. പിന്നീട് നന്നായി പഠിക്കാൻ കഴിയുന്ന കുട്ടികൾ പെട്ടെന്ന് മുന്നോട്ട് പഠിച്ചു പോവുക എന്നൊരു ശൈലിയിലേക്ക് നമ്മളുടെ അക്കാദമിയുടെ പ്രവർത്തനം മാറ്റിയപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ഒരു മുതിർന്ന ലെവൽ പഠന ശൈലിയിലേക്ക് വന്നിട്ടുള്ള കുട്ടികളിൽ ഒരാളാണ് ഹംദ. അവിടുന്ന് അങ്ങോട്ട് ഹംദ സ്വന്തം നിലക്ക് പഠിച്ചെടുക്കുകയും ഈ ഒരു കാലയളവിന് ഉള്ളിൽ പൂർത്തിയാക്കുകയും ചെയ്തു. ഹംദയുടെ ഹിഫ്ള് പഠനത്തിൽ കണ്ടൊരു പ്രത്യേകത സ്ഥിരമായ രൂപത്തിൽ ഇങ്ങനെ അതിൻ്റെ കൃത്യമായ ഒരു ഓർഡറിൽ പഠിച്ചു പോവുക എന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഹംദയുടെ ഒരു കഴിവും കപ്പാസിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞതൊരു വർഷം മുമ്പെങ്കിലും ഹിഫ്ള് കംപ്ലീറ്റ് ആക്കേണ്ട ആളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളുടെ ആദ്യ ബാച്ചിൽ വന്നതുകൊണ്ട് നമ്മളുടെ ഒരു 2 വർഷത്തെ കോഴ്സാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ആ ഒരു വർഷത്തിൽ എല്ലാവരും ഒരുമിച്ച് പോവുകയും പിന്നീട് നമ്മൾ സാധാരണഗതിയിൽ മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ പതിയെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ശൈലിയാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് ആദ്യം ഒരു 5 വരി, പിന്നീട് അര പേജ്, പിന്നീട് 3/4 പേജ്, പിന്നീട് 1 പേജ് എന്ന തോതിലാണ് ഹംദയുടെ പഠനത്തിന്റെ പ്രോഗ്രസ് ഉണ്ടായത്. പക്ഷെ ഇത് ഏതാണെങ്കിലും സ്ഥിരമായി ഒരേ രൂപത്തിൽ പഠിച്ചു പോവുക എന്ന ഒരു ശൈലി ഹംദ സ്വീകരിച്ചത് നമുക്ക് അവളുടെ ഈ ഒരു പഠന കാലയളവിൽ കാണാൻ സാധിക്കും. അത് ഖുർആൻ പഠിക്കുന്ന എല്ലാവർക്കും വളരെ ഒരു മികച്ചൊരു മാതൃക കൂടി അതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ നന്നായി പഠിക്കുകയും ചില ദിവസങ്ങളിൽ പഠനത്തിൽ കുറച്ച് പുറകോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഹംദയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏൽപ്പിക്കപ്പെട്ട ഭാഗങ്ങൾ അത് കൃത്യമായി ആ ഒരു സമയത്തിനുള്ളിൽ ഓതി കേൾപ്പിച്ച് പോവുക എന്നതാണ്. മറ്റു കുട്ടികളൊക്കെ പലപ്പോഴും 3, 4, 5 പേജൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഹംദക്ക് ആ കപ്പാസിറ്റി ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്നിരുന്നാലും ഹംദ എപ്പോഴും ആ ഒരു 2 പേജ് അവസാന ഘട്ടത്തിലാണ് 2 പേജ് എന്ന് പറയുന്ന ഒരു ലിമിറ്റിനകത്തോട്ട് ഹംദ കയറി വന്നത്. അവിടെ ഹംദ സ്വീകരിച്ചിരുന്നത് ആ സ്ഥിരത. പ്രവാചകൻ പറഞ്ഞതുപോലെ ഖുർആൻ പഠിക്കുന്നത് നിങ്ങൾ എത്ര കൂടുതലാണെങ്കിലും എത്ര കുറവാണെങ്കിലും അത് സ്ഥിരമായി പഠിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തണം എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതിൻ്റെ ആ ഒരു മാതൃക നമുക്ക് ഹംദയിൽ കാണാൻ കഴിയും. എന്തായാലും ഹംദയുടെ ഈ ഒരു ഹിഫ്ള് പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ദിക്ർ അക്കാദമി എന്ന് പറയുന്ന വിദ്യാഭ്യാസ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും വളരെ ആദരപൂർവ്വം ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത് നമുക്ക് ഇതിന്റെ പരിപാടിയിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂറത്തുൻ നാസ് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് മുകളിലോട്ടാണ് ഹംദ ഖുർആൻ പഠിച്ചു തുടങ്ങിയത്. സാധാരണ നമ്മൾ നാസ് മുതൽ കുട്ടികളെ പഠിപ്പിക്കുകയും
2 ജുസ് കഴിയുമ്പോൾ അവരുടെ റൂട്ട് മാറ്റുകയൊക്കെ ചെയ്യും. ചില കുട്ടികൾ 5 ജുസ് വരെയൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ പിന്നീട് അവർക്ക് കുറച്ചും കൂടെ പഠന സൗകര്യം നോക്കിക്കൊണ്ടുള്ള ഭാഗങ്ങൾ നിശ്ചയിക്കാറുണ്ട്. ഹംദയുടെ കേസിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഒഴുക്കിൽ നാസ് മുതൽ ബക്കറ വരെ ഒരു ഒഴുക്കിലാണ്, മുകളിലോട്ടാണ് ഹംദ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സൂറ അൽ ബക്കറ ലാസ്റ്റ് പേജാണ് ഇന്ന് ഹംദ നമ്മളോട് ഇവിടെ പാരായണം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഖുറാനുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് സ്റ്റാർട്ട് ചെയ്തോളൂ. സലാം. بسم الله الرحمن الرحيم. وإن كنتم على سفر ولم تجدوا كاتبا فرهان مقبوضة فإن أمن بعضكم بعضا فليؤدي الذي اؤتمن أمانته وليتق الله ربه ولا تكتموا الشهادة ومن يكتمها فإنه آثم قلبه والله بما تعملون عليم. لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون والذين هم يراءون ويمنعون الماعون. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنتم عابدون ما أعبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ما شاء الله. ഇൻഷാ അല്ലാ. بارك الله. സല്ലല്ലാഹു ഒരു ചെറിയ തിരുത്ത്. അല്ലദീനഹും യുറാഊൻ. വല്ലദീന അല്ല, അല്ലദീന. ഓക്കെ. യാ കാഫിറൂൻ ഒരു കൺഫ്യൂഷൻ വന്നു തോന്നുന്നു അല്ലേ? ഇടക്ക് വെച്ച്. ഓക്കെ. മാഷാ അല്ലാ, തബാറക്കല്ലാ. അപ്പോ വലിയൊരു നേട്ടത്തിലെത്തിയിരിക്കുകയാണ് ഹംദ. ചെറിയൊരു നേട്ടമല്ല, വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ ഈ അടുത്ത് ഒരു തുർക്കിയിലെ ഒരു വീഡിയോ കാണുണ്ടായി. ചെറിയ ഒരു ബുദ്ധിക്ക് ചെറിയൊരു പ്രശ്നമുള്ള ഒരു കുട്ടി, ഒരു പെൺകുട്ടി ഹാഫിളായതിനു ശേഷം അക്കാഡമിയിൽ നിന്ന് അതിന്റെ ഉപ്പാനെ വിളിച്ചറിയിക്കുന്ന ഒരു വീഡിയോ ആണ്. ഉപ്പാനോട് ആ കുട്ടി ഇങ്ങനെയാണ് പറയുന്നത്: ഉപ്പ, എനിക്ക് നിങ്ങൾക്കും ഉമ്മാക്കും നാളെ സ്വർഗത്തിൽ കിരീടം അണിയിച്ചു തരാൻ പറ്റും, ഞാൻ ഹാഫിളായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ സന്തോഷത്താൽ ഉപ്പ കരയുന്ന ഒരു വീഡിയോ ഈ അടുത്ത് കണ്ടിരുന്നു. അപ്പൊ സത്യത്തിൽ ഉപ്പാക്കും ഉമ്മാക്കും കുടുംബക്കാർക്കുൾപ്പെടെ എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമാണ്, ഒരു ഐശ്വര്യമാണ്, അള്ളാഹുവിന്റെ നൂറാണ് ഈ ഹിഫ്ള് എന്ന് പറയുന്നത്. അത് അൽഹംദുലില്ലാ ഹംദക്ക് അത് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു പ്രായത്തില് എത്രയും വലിയ ഒരു സംഗതിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് അവൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ ഈ ലോകത്ത് ഇതിനേക്കാൾ വലിയ ഒരു സംഗതി ചെയ്യാനില്ല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. അപ്പൊ ഏറ്റവും ഉത്തമരായ ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. ലോകത്ത് എത്ര കോടി മുസ്ലിങ്ങളുണ്ട്? 180 കോടി മുസ്ലിങ്ങളുണ്ടെന്നാണ്. അതിൽ ഹാഫിളുകളായ ആളുകൾ വളരെ കുറവായിരിക്കും. 100,000-ൽ ഒരാളൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ അപൂർവമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിലേക്കാണ് ഹംദ കയറി നിൽക്കുന്നത്. പിന്നെ വ്യക്തിപരമായിട്ട് എനിക്കും സന്തോഷമുള്ള ഒരു സംഗതിയാണ്. ഹംദയുടെ ഉപ്പ നാസർ എൻ്റെ കസിൻ സഹോദരനാണ്. എൻ്റെ ഉപ്പയുടെ അനിയന്റെ മക്കളാണ് അവര്. അപ്പൊ ആ നിലക്ക് എനിക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് മുനവർ അലി തങ്ങള് കയറുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ടോ നോക്കണേ. കയറിയില്ലല്ലോ. അപ്പോൾ തങ്ങൾ കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അവിടെ നെറ്റ്വർക്കിന് പ്രശ്നമുണ്ട്. നാട്ടിലറിയാലോ, നല്ല മഴയാണ്. അപ്പോൾ അതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നോക്കാം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പാരന്റ്സിനെ സംസാരിക്കാം. അബ്ദുറഹ്മാൻ ഉസ്താദ് വിളിച്ചോളൂ. ഇൻഷാ അല്ലാ. തങ്ങൾ കയറിയാൽ നമുക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് തങ്ങൾക്ക് ഒരു സ്വാഗതം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് തങ്ങളുടെ അഭിവാദ്യങ്ങൾ പറയാം. ഓക്കെ. രക്ഷിതാക്കൾക്ക് ഒന്ന് സംസാരിക്കാം. നാസർ സാഹിബ്. അസ്സലാമു അലൈക്കും
ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد. أما بعد. വളരെയധികം സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഒരാളുടെ ജീവിതത്തിൽ നേടാവുന്ന വലിയ വലിയ നേട്ടങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ് മോള് ഹംദ കൈവരിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇതിന് വളരെ ചെറുതല്ലാത്ത നല്ലൊരു എഫേർട്ട് തന്നെ അവൾ എടുത്തിട്ടുണ്ട്. അവളെ സഹായിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടി അവളുടെ ഉമ്മയുടെ പേര് പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ചെറുതല്ല, സുഹറ എന്നാണ് പേര്, റംല എന്നാണ് പറഞ്ഞത്. ജീവിതാവസാനം വരെ ഖുർആനിനെ മുറുകെ പിടിച്ച് ഖുർആനിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. അതുപോലെ അൽ ദിക്ർ അക്കാദമിയുടെ അണിയറ പ്രവർത്തകർക്കും ഉസ്താദുമാർക്കും ഇതിൽ ഒരുപാട് പങ്കുണ്ട്. ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അതിനൊരു ഒരുപാട് നന്ദി പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഉസ്താദുമാരായ റഹ്മത്തുള്ള അബ്ദുറഹ്മാൻ ഉസ്താദ് ഒരുപാട് ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഹാഫിളുകളെയും ഹാഫിളത്തുകളെയും അൽ ദിക്ർ അക്കാദമിയിലൂടെ വാർത്തെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. വലൈക്കും സലാം. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട് ഉസ്താദന്മാരോട്. ഒരുപാട് സുഹൃത്തുക്കൾ ഉസ്താദ് കുറെയൊക്കെ ഇടയ്ക്കൊക്കെ നന്നായിട്ട് ആദ്യം നന്നായിട്ട് പഠിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ സ്കൂളിൽ എത്തതും മദ്രസെത്തതും പിന്നെ അതുപോലെ ഖുർആനെല്ലാം നമുക്ക് പറ്റൂല, കുറേ പഠിക്കാൻ തരും ഉസ്താദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അത് അങ്ങനെ അവളെ കുറെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ഖുർആനാണ് മെയിൻ ആയിട്ട് വേണ്ടത്, ബാക്കിയെല്ലാം അതിന്റെ സൈഡായിട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവളൊക്കെ അത് മനസ്സിലായി. ഖുർആനാണ് നമ്മൾ മെയിൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സ്കൂളിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. ഖുർആൻ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ബാക്കി മതി മറ്റുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഉസ്താദ് പറഞ്ഞ ലെവലിൽ കൂടെ അവള് പോവാൻ തുടങ്ങി. അൽഹംദുലില്ലാ. ഒരുപാട് സന്തോഷമുണ്ട്, ഉസ്താദിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ആരെങ്കിലും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാം. സാഹിബ് ആരെങ്കിലും ഉണ്ടോ? കുടുംബത്തില് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അസ്സലാമലൈക്കും. എന്താ മോളെ? വലൈക്കും സലാം. വലൈക്കും സലാം. അമ്മക്കും നല്ല സന്തോഷായിട്ടാ അപ്പമ്മയുടെ കുട്ടിയുടെ സൗണ്ട് ഒക്കെ കേട്ടാപ്പോ. എന്താണ് മോളെ? അള്ളാഹു ഹൈറാക്കി തരട്ടെ മോളെ.
ഇനിയും നല്ല പഠിക്കാനൊക്കെ അള്ളാഹു നാസറിന്റെ ഉമ്മയാണ് സംസാരിച്ചത്. എൻ്റെ മാഷാ അല്ലാ. എല്ലാവർക്കും ഒരു സന്തോഷമുള്ള സന്ദർഭമായിരിക്കും അത്. ഓരോരുത്തര് ഇൻഷാ അല്ലാ അത് പല രൂപത്തിൽ തന്നെ അവരോട് അത് പ്രകടിപ്പിക്കും. ഇൻഷാ അല്ലാ. അള്ളാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. പിന്നെ ഓക്കെ, ഫദലുള്ള സംസാരിക്കണ്ട. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞാൻ ഹംദ പഴനിയെന്നാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ടൈമല്ലേ, ഞാൻ വേറെ ക്ലാസ്സിലുള്ളത്. അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ അവൾക്ക് പറ്റിയതും അവൾക്ക് ഹാസിലാവാൻ കഴിഞ്ഞതിലും. അവൾ വളരെയധികം നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. സ്കൂളിലെ പഠനത്തിൻ്റെ ഇടയിൽ തന്നെ CBSE പഠിക്കുന്നത് ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ അറിയാലോ അതിൻ്റെതായ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ തിരക്കിലും അവൾ ഇങ്ങനെ എഫേർട്ട് എടുത്ത് പഠിച്ചതിലും പാസ്സാവാൻ കഴിഞ്ഞതിലും വളരെയധികം അപ്രിഷിയേറ്റ് ചെയ്യാണ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു വിഷയത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഇൻഷാ അല്ലാ ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാണ്. അസ്സലാമു അസ്സലാമലൈക്കും. വലൈക്കും സ്സലാം. ഉണ്ടോ? കുടുംബക്കാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നാട്ടിൽ നിന്ന് ആരും ജോയിൻ ചെയ്തിട്ട് അങ്ങനെ കാണുന്നില്ല. പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടൈമിന്റെ കൺഫ്യൂഷൻ വന്നെന്ന് അറിയില്ല. നാട്ടിലത്തെ ടൈം ഇവിടുത്തെ ടൈം എന്തെങ്കിലും കൺഫ്യൂഷൻ ആയെന്ന് അറിയില്ല. മുഹമ്മദ് മാഷ് ജോയിൻ ചെയ്തില്ലേ? ജോയിൻ ചെയ്ത് കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് വിളിച്ചു നോട്ടെ, ഫ്രീ ആണോ? അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞാൻ ഹംദ ഫാത്തിമയുടെ അമ്മായിയുടെ ഹസ്ബൻഡാണ്, സഹോദരി ഭർത്താവാണ് നാസറിന്റെ. അൽഡിക്കർ അക്കാദമി ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയത് നല്ല ഇതായിട്ടുണ്ട്. എല്ലാവരും ഇനി കൂടുതൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനും എല്ലാവിധ ബർക്കത്തും അല്ലാഹു നൽകട്ടെ. വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇത്രയും നല്ല ഒരു സംഘടിപ്പിച്ചതിന് അല്ലാഹു അർഹമായ എല്ലാ പ്രതികളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. താങ്കൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ബന്ധപ്പെട്ട ആരെങ്കിലും? താങ്കൾ അസ്സലാമലൈക്കും. ഞാൻ ഹംദന്റെ മൂത്ത സിസ്റ്ററാണ്. എനിക്ക് പോലും പറ്റാത്ത ഒരു കാര്യം അവള് ചെയ്തതിൽ ലൈക്ക് ഞാൻ നല്ല പ്രൗഡാണ്. ലൈക്ക് ദിസ് ഇസ് എ പ്രൗഡ് മൊമെന്റ്. ഞാൻ നല്ല ഹാപ്പിയാണ് അതുകൊണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഈ ഇയേഴ്സിൽ കൂടെ ഖുറാന് പഠിക്കണ കൊണ്ടാണ് തോന്നുന്നത് ലൈക്ക് ഇവളുടെ പേഴ്സണാലിറ്റിയും കുറച്ചും കൂടെ ലൈക്ക് ബെറ്റർ ആയിക്കണ. ഐ ആം സോ ഹാപ്പി ഫോർ ഇറ്റ്. അൽഹംദുലില്ലാ. വലൈക്കും സലാം. സലാം. ഞാൻ സാദിഖ്, ഹംദയുടെ കുഞ്ഞിപ്പയാണ്, മസ്കറ്റിലാണുള്ളത്. പിന്നെ ഈ ആദ്യകാലത്തായിട്ട് പഠിക്കാനായിട്ടുള്ള കുട്ടികളെ തിരക്കുന്നതിലൊക്കെ നമ്മൾ ഭാഗമായിരുന്നതിൽ ഞാനൊരു പഠിതാവായിരുന്നു ആദ്യം. പിന്നീട് അത് പല സാഹചര്യങ്ങൾ കൊണ്ടും അതിനറിയേണ്ടവരിക്കും. പിന്നെ മക്കൾ പഠിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഹംദ ഇതുപോലെ ഒന്ന് ചേർന്ന ഒരാൾ തന്നെയാണ്. പിന്നെ നന്നായിട്ട് പോയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ പോലെ നേരത്തെ താത്തൊക്കെ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഉസ്താദ്മാർ അതിൻ്റെ ട്രാക്കിൽ വിടും. നമ്മളതിന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. മറ്റേ ഞാനിതുപോലെ മക്കളെ കാര്യങ്ങൾക്ക് കുറേ സമയം സംസാരിക്കലും അതിന് വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിലും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഒരു ഭാഗം തന്നെ നടക്കുകയാണ്. ഇപ്പം എന്തായാലും നല്ല സന്തോഷമുണ്ട് ഇതിൻ്റെ ഈ കാര്യം അറിഞ്ഞ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു വീഡിയോയും അതിൻ്റെ മറ്റേ ഫോട്ടോയും അതുപോലെ
എൻ്റെ കമന്റ് ഒക്കെ ഇട്ടപ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ ഫോർവേഡ് ചെയ്തെല്ലായിടത്തും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ സന്തോഷം തന്നെ ഉള്ളതാണ്. പിന്നെ എന്തായാലും അൽഹംദുലില്ലാ നല്ലൊരു കാര്യം, അത് നിലനിർത്തി പോകണം. ഉസ്താദ് പിന്നാലെ പിടിക്കും വേണം, ഹംദാദിന് പിന്നാലെ അത് വിട്ട് കളയാതെ പോവുക തന്നെ വേണം. അതാണ് അതിന്റെ ശരിയായ ഒരു രീതിയും എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അൽഹംദുലില്ലാ നല്ലൊരു സന്തോഷം. പിന്നെ എന്തായാലും ആശംസകൾ നേരുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബഹുമാനായ തങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ. അപ്പോ വളരെ സന്തോഷമുണ്ട് സെയ്ദ് മുനവ്വർ അലി തങ്ങൾ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിൽ. നല്ലൊരു തിരക്കിലായിരുന്നു അദ്ദേഹം. സാദിഖ് അലി തങ്ങള് ഹജ്ജിന് പോകുന്ന തിരക്കായിരുന്നു എന്ന് അറിയിച്ചിരുന്നു. അപ്പോ അതിന്റെ തിരക്കിലാണ്. നാട്ടിൽ നല്ല മഴയുണ്ട്, അപ്പോ നെറ്റ്വർക്കിന് പ്രശ്നമുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞ പോലെ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭത്തിലാണ്. ഒന്ന്, ബഹുമാനായ തങ്ങൾ നമ്മുടെ കൂടെ അക്കാഡമിയിൽ വരുന്ന എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക്ക് തന്നെ ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഹംദ ഫാത്തിമ ആണ് നമ്മളുടെ 12ാമത്തെ ഹാഫിളായിട്ട് ഓൺലൈൻ അക്കാഡമിയിൽ. നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഓൺലൈനിൽ കുട്ടികളെ ഹിഫ്ള് പഠിപ്പിക്കുക എങ്ങനെയാന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ അതിനെല്ലാം തരണം ചെയ്ത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തുകൊണ്ട് നമ്മൾ 12ാമത്തെ ഹാഫിളിൽ എത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അതിന് ആശംസകൾ അർപ്പിക്കാനും അവരെ എൻകറേജ് ചെയ്യാനും ഏറ്റവും കേരളത്തിൽ നമുക്ക് ഏറ്റവും അർഹനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. ജസ്റ്റ് ഹിഫ്ള് ഇപ്പോ ഇവിടെ വെച്ച് സദസ്സിന്റെ മുമ്പിൽ വെച്ചിട്ട് പൂർത്തീകരിച്ചു ഹംദ. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ്. ഹംദയുടെ മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാവരും സംസാരിച്ചു. ഉസ്താദുമാരും മാതാപിതാക്കളും ബന്ധുക്കളും അക്കാഡമിയുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളുമുള്ള ഒരു ചെറിയ സദസ്സാണിത്. അപ്പോ വളരെ സന്തോഷം തങ്ങളോട് രേഖപ്പെടുത്തുകയാണ്. ഹംദക്ക് ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനായ തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ റഹ്മത്തുള്ളാഹി മഗ്രിബി ഇവിടെയുണ്ട്. അതുപോലെ ഈ ഒരു അക്കാഡമിയിൽ നിന്ന് 12ാമതായി ഹിഫ്ള് പൂർത്തീകരിച്ച പ്രിയപ്പെട്ട സഹോദരി ഹംദ ഫാത്തിമ, ഈ അക്കാഡമിയുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള മറ്റ് എൻ്റെ സഹോദരന്മാർ, അതുപോലെ ഇവിടെ കാരികളായിട്ടുള്ള അദ്നാൻ ഹുസൈൻ കാവില്, അതുപോലെ ഹംദയുടെ മാതാപിതാക്കൾ, മറ്റു ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഈ ഒരു അക്കാഡമിയെ കുറിച്ച് നേരത്തെ എനിക്കൊരു ബ്രീഫിംഗ് കിട്ടിയിരുന്നു. അൽ ദിക്ർ അക്കാഡമി വേറെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊക്കെ ഖുർആന് മനഃപ്പാഠമാക്കാൻ താല്പര്യമുള്ളവരാണ്. അതിനൊക്കെ നമ്മൾ കണ്ടെത്തുന്ന വഴികൾ എന്ന് പറയുന്നത് ഹിഫ്ള് കോളേജിൽ പോയി അവിടെ സ്ഥിര സാമ്പത്തികക്കാരായി അവിടുന്ന് നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് പഠിക്കുന്ന ഒരു രീതിയാണ് നമ്മളൊക്കെ നേരത്തെ അവലംബിച്ചു പോകുന്നത്. അതിലൊക്കെ വ്യത്യസ്തമായി ഇന്ന് ഓൺലൈൻ പഠനം ഈ കോവിഡ് കാലാനന്തരം നമുക്ക് അത് സാധ്യമാവുന്ന ഒന്നാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ കൂടുതൽ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. നമുക്കറിയാം, കോവിഡ് സമയത്ത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓൺലൈനായിരുന്നു. അത് പിന്നീട് ഓൺലൈനും ഓഫ്ലൈനുമായ ഒരു ഓപ്ഷൻസ് ഉണ്ടായി. ഹിഫ്ള് പഠനവും അങ്ങനെ നടന്നു.
അപ്പൊ ഇതിലൊക്കെ നമ്മൾ പുതിയ വഴികൾ തേടിയെത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് അസാധ്യമായതൊന്നുമില്ല, ഒരു വഴിയില്ലെങ്കിൽ മറ്റൊരു വഴി ഉണ്ടാവുന്നില്ല. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ ഹൃദ്യസ്ഥമാക്കാന് ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കള്, ഇസ്ലാമിലേക്ക് കടന്നു വന്നവര്, അവരൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ മുന്നോട്ട് വന്നവരാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുതൽ അവർക്ക് പ്രായം ഒരു പ്രശ്നമായിരുന്നില്ല. വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ ഖുർആന് മനഃപ്പാഠമാക്കിയിരുന്നു, മധ്യവയസ്കരാക്കിയിരുന്നു, സ്ത്രീകളാക്കിയിരുന്നു. അപ്പോ അതിനൊന്നും യാതൊരു വിധ പരിമിതികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ പരിമിതികൾക്ക് അപ്പുറത്ത് ഇന്ന് പരിമിതികൾക്ക് അപ്പുറത്ത് അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് നമുക്ക് പുതിയ മേഖലകൾ കീഴടക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒന്നാണ്. അപ്പൊ ആ ഒരു സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് 12ഓളം കുട്ടികളെ നമുക്ക് ഖുർആൻ ഹൃദ്യസ്ഥമാക്കാനുള്ള അവസരം നൽകിയത് ഏറെ പ്രോത്സാഹനകരവും, നമുക്ക് ഇപ്പം പല മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നവരാണ്, സ്കൂൾ പഠനം നടത്തുന്നവരുണ്ട്, അതുപോലെ മറ്റ് ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള അവസരം ഇവിടെ നൽകുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് ഏറെ സന്തോഷമുണ്ട്. നമ്മുടെയൊക്കെ കുട്ടികൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാനും അതിൽ ഖുർആൻ ഇന്ററാക്റ്റീവ് ആയിക്കൊണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ ഉസ്താദുമാരൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഇതില് നമ്മുടെ ഹംദ ഫാത്തിമയുടെ ഖുർആൻ പൂർത്തീകരണം ഇവിടെ പൂർത്തീകരിച്ചു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ജീവിതകാലം മുഴുവനും അത് ഹൃദ്യസ്ഥമാക്കിയത് മനസ്സിൽ മായാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന അള്ളാഹുവിന്റെ വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവരുടെ മാതാപിതാക്കൾ ഇതിനു വേണ്ടി വഴിയൊരുക്കിയിട്ടുള്ള ഇതിന് ഉസ്താദുമാര്, ഇതിന് അക്കാഡമിയുടെ ആളുകൾ, അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, ഇവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ, ജസാക്കല്ലാഹു ഖൈർ. വളരെ ബ്രീഫായിക്കൊണ്ട് എന്നാൽ വളരെ ആഴത്തിലുള്ള ഒരു സംസാരമാണ് ബഹുമാനായ തങ്ങൾ നിർവഹിച്ചത്. കൂട്ടത്തിൽ ഹംദക്ക് വേണ്ടിയും അക്കാദമിക്ക് വേണ്ടിയും ഉസ്താദുമാർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനായ തങ്ങൾക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അക്കാദമിയുടെയും ഹംദയുടെയും കുട്ടികളുടെയും ബന്ധുക്കളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന നിരന്തരമായി താങ്കളുടെ മേലിലും മറ്റുള്ള എല്ലാവരിലും ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ വിനീതമായി തന്നെ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ സന്തോഷമാണ്, ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ സൗഭാഗ്യമാണ്, കുറച്ച് സമയമാണെങ്കിലും ഇത് എന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അബ്ദുറഹ്മാൻ അബു ലുത്ഫി ഉസ്താദ് സമാപിപ്പിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വതബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. നമ്മള് കുറച്ചധികം നേരമായി നമ്മൾ ഇരിക്കുന്നുണ്ട്. ഏറെക്കുറെ 1 മണിക്കൂർ നമ്മൾ പൂർത്തിയാക്കി. ഹംദയുടെ ഹിഫ്ള് പഠനവുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നടത്തുകയുണ്ടായി. ഹംദയുടെ ഹിഫ്ള് പഠനം ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനമായി തീരട്ടെ. അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നമ്മളുടെ ഈ പരിപാടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഹിഫ്ള് പഠിക്കാനുള്ള ഒരു ആവേശം ഹംദയിലൂടെ ലഭിക്കുമാറാകട്ടെ. ഹംദയുടെ മാതാപിതാക്കൾക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അക്കാദമിയിൽ പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ പ്രയാസരഹിതമായി കൊണ്ട് ഹിഫ്ള് പൂർത്തീകരിക്കുവാനും അത് നിലനിർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് സംസാരിച്ച നമ്മുടെ വീക്ഷണങ്ങൾ ഇവിടെ നമ്മളോട് ഷെയർ ചെയ്ത എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതേപോലെ നമ്മളോട് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള പ്രിയങ്കരനായ മുനവർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന് അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു വൈകിയ വേളയിലും നമ്മളോടൊപ്പം ഇരുന്ന എല്ലാവർക്കും പ്രത്യേകം
നന്ദി അറിയിക്കുകയാണ്. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.